ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയ ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണനെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ഇന്ത്യയുടെ 15ാം ഉപരാഷ്ട്രപതിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 767 പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന് 452 വോട്ടുകൾ നേടി. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകൾ ലഭിച്ചു. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി സുദർശൻ റെഡ്ഡിയാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം CP രാധാകൃഷ്ണൻ ജനിച്ചത് തമിഴ്നാട്ടിലെ തിരുപ്പൂരാണ്. തിരുപ്പൂർ സ്വദേശിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ എലക്ട് ചെയ്യപ്പെട്ടു, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2 തവണ കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 ജൂലൈ മുതൽ 2025 സെപ്റ്റംബർ വരെ 2024 സെപ്റ്റംബർ വരെ മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ടും ഇദ്ദേഹം സേവനം നടത്തി. 2024 ജൂലൈ മുതൽ 2025 സെപ്റ്റംബർ വരെ മഹാരാഷ്ട്ര ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 2023 ഫെബ്രുവരി മുതൽ 2024 ജൂലൈ വരെ ജാർഖണ്ഡിൻ്റെ ഗവർണറായിട്ടും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം 1998 കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 മാർച്ച് 19 തമിഴ്സൈ സൗന്ദരരാജൻ രാജിവെച്ചതിനെ തുടർന്ന് CP രാധാകൃഷ്ണന് തെലങ്കാന ഗവർണറായും പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായും അധിക ചുമതല നൽകി. താങ്ക് യു.